ലോകത്തെ ഏറ്റവും ക്രൂരനായ നേതാവിൻ്റെ ദയനീയമായ പതനം. അതാണ് ആയത്തുള്ള അലി ഖമേനിയുടെ അവസാന കാലത്തെക്കുറിച്ച് പറയേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ഖമനേയിയുടെ കൊട്ടാരത്തിന് നേരെ ഇസ്രായേൽ ഇട്ടത് 30 ബോംബുകളാണ്. ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഖമേനിയുടെ കൊട്ടാരം ലക്ഷ്യമിട്ട് 30 പടുകൂറ്റൻ ബോംബുകൾ വിക്ഷേപിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കൊട്ടാരം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. ആക്രമണത്തിൽ ഖമേനിയുടെ ശരീരം ചിന്നിച്ചിതറി കത്തി അമർന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അന്ത്യോപചാരം അർപ്പിക്കാനും പൊതുജനത്തിന് കാണാനുമായി ഒന്നും തന്നെ അവശേഷിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കൊടും പക എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ച ആ രീതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണം ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖമേനിയുടെ മൃതശരീരം അല്ലെങ്കിൽ ഖമേനിയുടെ മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ പൊതുജനത്തിന് അവസരം നൽകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം അത്തരത്തിൽ കാണിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അന്ത്യോപചാരത്തിന് വയ്ക്കാനോ തരത്തിൽ ഒന്നും തന്നെ അവശേഷിപ്പിച്ചിട്ടില്ല. പടുകൂറ്റൻ ബോംബുകൾ വീണ് ആ കൊട്ടാരം പൂർണ്ണമായും ചിന്നിച്ചിതറി. അതിൽ തന്നെ ആയത്തുള്ള ഖമേനിയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമടക്കം അവരുടെ ശരീരങ്ങളും ചിന്നിച്ചിതറി അമർന്നു കത്തി എരിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഖമേനിയുടെ പൊതുദർശനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചടങ്ങുകളോ ഇറാൻ ഉപേക്ഷിക്കുമോ അതോ നടത്തുമോ എന്നുള്ളത് കണ്ടു തന്നെ തീരണം. എന്തായാലും ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ഒരു ഭരണ നേതാവ് അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരതയുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായിരുന്ന വ്യക്തിക്ക് ഉണ്ടായ അന്ത്യം എന്നുള്ളത് ഏറ്റവും പൈശാചികമായിരുന്നു, ഏറ്റവും ദയനീയമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പതിറ്റാണ്ടുകളോളം ഇറാനെയും ഇസ്ലാമിക ലോകത്തെയും കിടുകിട വിറപ്പിച്ച ഒരു നേതാവിൻ്റെ അന്ത്യം സത്യത്തിൽ ഏറ്റവും ദയനീയമായി മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇസ്രായേലിൻ്റെ ശത്രുത, ഇസ്രായേലിൻ്റെ കൊടുംപക അത് ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഖമനേയിയുടെ മരണത്തിന് പിന്നാലെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇറാൻ സ്റ്റേറ്റ് മീഡിയ വലിയ തോതിൽ ഇതിനെ അപലപിച്ച് വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നു. ക്രൂരവും പൈശാചികവുമായ ആക്രമണമാണ് ഒരു സാധാരണക്കാരനായ ഒരു വൃദ്ധന് നേരെ നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണം എന്നാണ് ഇപ്പോൾ ഇറാൻ സ്റ്റേറ്റ് മീഡിയ തന്നെ ഇപ്പോൾ ഇതിനെ അപലപിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇസ്ലാമിക ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു ആക്രമണം തന്നെയായിരുന്നു. ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനിയുടെ വധം ഇന്ന് പുലർച്ചെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചത്. എന്നാൽ അപ്പോഴൊന്നും തന്നെ അത് വ്യക്തമായി സ്ഥിരീകരിക്കാനോ അതേക്കുറിച്ച് പ്രതികരിക്കാനോ ഇറാൻ മീഡിയ തയ്യാറായിരുന്നില്ല. ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കാനും ഒക്കെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയായിരുന്നു ഇറാന്റെ ആദ്യ പ്രതികരണങ്ങൾ. എന്നാൽ ഏറ്റവും ഒടുവിലായി മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ തന്നെ ഈ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. തങ്ങളുടെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ഇറാൻ സ്റ്റേറ്റ് മീഡിയ തന്നെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു ഖമനേയിയുടെ കൊട്ടാരത്തിന് നേരെ ഉണ്ടായത്. എങ്ങനെയാണോ ഖമനേയി തൻ്റെ രാജ്യത്തെ ഇസ്ലാമിക ലോകത്തെയൊക്കെ ക്രൂരമായി ഭരിച്ചിരുന്നത്, ഇസ്ലാമിക ഭീകരതയെ എത്രത്തോളം വളർത്തിയിരുന്നത്, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി, ഇസ്രായേൽ അടക്കമുള്ള മറ്റ് ശത്രു രാജ്യങ്ങളെ ഇല്ലാതാക്കി ചെയ്യാൻ വേണ്ടി അവിടുത്തെ ജനങ്ങളോട് എത്രത്തോളം ക്രൂരമായിട്ടാണോ പെരുമാറിയത്, അതേ നാണയത്തിലുള്ള തിരിച്ചടി തന്നെയാണ് ആയത്തുള്ള അലി ഖമനേയിക്ക് കിട്ടിയത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഛന്നഭിന്നമായി ഖമനേയിയുടെ ശരീരം എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കത്തി അമർന്നു, വെന്തെരിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. എന്തായാലും ഒരു പൊതുദർശനത്തിന് വയ്ക്കാനോ അല്ലെങ്കിൽ അന്ത്യോപചാരം അർപ്പിക്കാനോ കഴിയും തരത്തിൽ ഒന്നും തന്നെ ഇസ്രായേൽ അവശേഷിപ്പിച്ചില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം.